ചില കാര്യങ്ങൾ അച്ഛൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ നാളുകളിൽ കുറെ പേര് എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്ന കുറെ പേരുടെ അനുഭവം കേട്ടത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഇതാരെയും കുറ്റപ്പെടുത്തുന്നതോ ആരെയും ആക്ഷേപിക്കുന്ന ഒന്നുമല്ല. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചില പ്രാർത്ഥനക്കാരെയും ചില കൗൺസിലേഴ്സിനെയും ചില ആത്മീയ ഗുരുക്കന്മാരെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കൗൺസിലേഴ്സിനെയും ചില ആത്മീയ ഉപദേശകരെയും ചില പ്രാർത്ഥനക്കാരെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഏതെങ്കിലും പ്രാർത്ഥനക്കാരൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിച്ചു, ദൈവനാമത്തെ പ്രതി ശുശ്രൂഷ ചെയ്തു, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, കടന്നു പോകുമ്പോൾ പ്രാർത്ഥിച്ചതിന് ഇത്രയും രൂപ ഫീസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ എന്നെങ്കിലും ഇന്നലകളിൽ പ്രാർത്ഥിക്കാനായി ആരെങ്കിലും വരികയോ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും പ്രാർത്ഥനക്കാരനെ കൂട്ടിക്കൊണ്ട് വരികയോ ഒരു കൗൺസിലറിനെയോ പ്രാർത്ഥനക്കാരനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പ്രശ്നമൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കി തരാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അവർ വന്ന് പ്രാർത്ഥിച്ച് കുറെ പ്രശ്നങ്ങൾ ഇല്ലാത്ത കുറെ പ്രശ്നങ്ങൾ കൂടി കണ്ടുപിടിച്ച് നിങ്ങളുടെ മനസ്സിനെ വല്ലാത്ത കണ്ട് ഭാരപ്പെടുത്തി അസ്വസ്ഥപ്പെടുത്തി. അതുവരെ അല്പസമാധാനം ഉണ്ടായിരുന്നു, കുറച്ച് സമാധാനക്കേടെ ഉള്ളായിരുന്നു. കൗൺസിലർ വന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനക്കാരൻ വന്ന് വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് കടന്നു പോയപ്പോ ഇപ്പൊ ഒരു സമാധാനവും ഇല്ല. അപ്പൊ വന്നിട്ട് കേറി ഇറങ്ങി പോയതാരാ? പറ. ദൈവസ്വരമല്ല, ദൈവസ്വരമല്ല. അങ്ങനെ തന്നെ നമ്മൾ അതിനെടുക്കണം. ദൈവസ്വരമല്ല. ഹല്ലേലൂയ. നിങ്ങളൊരു കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് പോയി, കൗൺസിലിംഗ് ശുശ്രൂഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിന് അല്പം സമാധാനവും ശാന്തതയും സൗഖ്യവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയിലൂടെ ദൈവാത്മാവാണ് സംസാരിച്ചത്. അതല്ല നിങ്ങൾക്ക് വല്ലാതെ കണ്ട് ഭാരപ്പെടുത്തി അസ്വസ്ഥതകൾ ഉണ്ടാക്കി. ഓക്കെ, അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിന്റെ പാപത്തെ ഓർത്താണെങ്കിൽ ഓക്കെ, കൗൺസിലിംഗിന്റെ സമയത്ത് നിന്റെ പാപത്തെ വെളിപ്പെടുത്തി തന്നിട്ട് അതോർത്ത് നിനക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകും, ദാറ്റ്സ് ഫൈൻ. അതല്ലാതെ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളിലൂടെ പിന്നാമ്പുറങ്ങളിൽ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ് അല്ല. ഹല്ലേലൂയ. സർവ്വത്തിൽ പറയാവോ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും കൗൺസിലേഴ്സോ പ്രാർത്ഥനക്കാരോ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇത്രയും പ്രാർത്ഥിച്ചതിന് ഇത്ര രൂപ പ്രതിഫലം വേണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ദാനമായി കിട്ടി ദാനമായി കൊടുക്കാനാണ് ആര് പറയുന്നത്? വചനം പറയുന്നത്. അതുകൊണ്ട് വചനത്തിനെതിരെ പരിശുദ്ധാത്മാവ് ഒരിക്കലും സംസാരിക്കില്ല. കാരണം വചനം പരിശുദ്ധാത്മാവിലൂടെ സംസാരിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ ഒരു രീതിയിൽ, മറ്റൊരു സ്ഥലത്ത് വേറൊരു രീതിയിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കും ഇല്ല. വചനം ആത്മാവും ജീവനുമാണ്. ഇത് പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ടതാണ്. ആത്മാവ് കൊടുത്ത പ്രചോദനം അനുസരിച്ച് എഴുതിയതാണ്. അപ്പോ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് മറ്റൊരു പ്രാർത്ഥനക്കാരനിലൂടെ എന്നിലൂടെ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിന് വിപരീതമായതോ വിരുദ്ധമായതോ സംസാരിച്ചാൽ അവരിലൂടെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ് അല്ല. ആത്മാവ് സമാധാനത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് സൗഖ്യത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു പ്രാർത്ഥനക്കാരനെയും വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടെന്ന് തോന്നിയാൽ, കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നിയാൽ വികാരിയച്ഛൻ്റെ അടുത്ത് പോയി പറയാ, വികാരിച്ച ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് ബ്ലെസ് ചെയ്യാവോ, ഞങ്ങളുടെ വീടൊന്ന് വെഞ്ചിരിക്കാവോ. ആ ദേശത്തിന്റെ ആത്മീയ അധികാരിയാണ് വികാരിയച്ഛൻ. അധികാരിയെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അധികാരത്തോടുകൂടി നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഭവനം, ഭവനത്തിന്റെ അന്തരീക്ഷം, ഭവനത്തിന്റെ ചുറ്റുപാടുകളെ വെഞ്ചിരിക്കുക മതി. ഇനി ഇതെല്ലാം ചെയ്തിട്ട് പിറ്റേ ദിവസം വന്നിട്ട് പ്രാർത്ഥനക്കാരൻ പറയാണ്, കൗൺസിൽ പറയാണ്, അതെ നിങ്ങളുടെ വീട്ടിന്റെ ഇടത്തും വലത്തും പടിഞ്ഞാറും തെക്കും കിഴക്കൊക്കെ ആരൊക്കെ എന്തൊക്കെയോ കുഴിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ആരൊക്കെ എന്തൊക്കെയോ എന്തോ എന്ന് പറയാത്ത ചിലരൊക്കെ ചിരിക്കുന്നുണ്ടല്ലോ. ഏതോ കുഴിച്ചതൊക്കെ തോണ്ടാൻ JCB എടുത്ത ആൾക്കാരൊക്കെ ഇതിനെ തൊണ്ടെന്ന് തോന്നുന്നു. അല്ലേ?
ചുറ്റുപാട് കുഴിച്ചിട്ടേക്കോ. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, അതെ അവിടെ ഈ മുറിയിൽ ഇന്ന സ്ഥലത്ത് താഴെ എന്തോ കുഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പുറത്ത് അവിടെ വേറെന്തോ കുഴിച്ചിട്ടുണ്ട്. ഓക്കെ, കയറി വരുന്നതിന്റെ റൈറ്റ് സൈഡിലായിട്ടും അവിടെ എന്തോ കുഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യണം? ആരോ എന്തൊക്കെ ചെയ്ത് നിങ്ങൾക്കെതിരെ എന്തൊക്കെ ചെയ്തിട്ട് കുഴിച്ചിട്ടേക്കുക. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രശ്നമൊന്നും തീരുന്നില്ല. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യണം? പ്രശ്നം തീരാനായിട്ട് എന്ത് ചെയ്യണം? ഒന്നാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന രൂപം വെച്ചിരിക്കുന്ന മുറിയിൽ ടൈലിനുള്ളിലാണ് കുഴിച്ചിട്ടേക്കുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യണം? പറ. പ്രശ്നമാണല്ലോ, നമ്മള് പ്രശ്നം തീർക്കണ്ടേ? ഈ പ്രശ്നമൊക്കെ ഒന്ന് മാറിക്കെട്ടണ്ടേ? പിന്നെ എന്ത് ചെയ്യണം? പിറ്റേ ദിവസം തന്നെ ഒരു ഹിറ്റാച്ചിയോ ഒരു JCB ഒക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു സൈഡിൽ നിന്ന് മാന്താൻ തുടങ്ങണം, അല്ലേ? വീടിനുള്ളിൽ JCB കയറാത്തത് കൊണ്ട് ചെറിയ പിക്കാസ് ആണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ രൂപീകരിക്കുന്ന മുറിയിൽ ടൈലിനടിയിലാണല്ലോ അത് കുഴിച്ചിട്ടേക്കുന്നത്. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും നല്ല ടൈലാണ്, അതെങ്ങനെയെങ്കിലും പുതിയ വീടാണ്, അതെങ്ങനെയെങ്കിലും കുത്തിപ്പൊളിച്ചിട്ട് പുറത്തിറങ്ങണം. വേണ്ടേ? പറ. അതല്ലേ ഇന്നലകളിൽ പലരും ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന പലരും ചെയ്തതും? ദയവായിട്ട് നമുക്കെതിരെ ശത്രുക്കൾ എന്തും ചെയ്തോട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കെതിരെ ശത്രുക്കൾ എന്തും ചെയ്തോട്ടെ. നമ്മൾ ശത്രുവിന്റെ കരുത്തിലല്ല, ദൈവത്തിന്റെ ബലത്തിലാണ് വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ പിശാചിന്റെ ബലത്തിലല്ല, ദൈവത്തിന്റെ കരബലത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് പിശാചിനെ തോൽപ്പിക്കാൻ ദൈവത്തിന്റെ ശക്തിക്ക് സാധ്യമാണല്ലോ. ദയവായിട്ട് അങ്ങനെ എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ട്, ഞങ്ങളിത് എടുത്തു തരാമെന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വരികയോ വരാൻ സാധ്യത ഉണ്ടാകുകയോ അങ്ങനെ ഏതെങ്കിലും പ്രാർത്ഥനക്കാരെ കൂട്ടിക്കൊണ്ടുവരികയോ ചെയ്താൽ ദയവായിട്ട് ആ വ്യക്തിയെ വീടിനുള്ളിലേക്ക് അടുപ്പിച്ചേക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? വികാരിച്ചൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് അന്നാമ്പെള്ളം വെഞ്ചരിച്ച് മേടിച്ചിട്ട് നിങ്ങൾ പറമ്പിലെല്ലാം തളിക്കുക. എന്നിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധിയോടുകൂടി നിങ്ങളുടെ ദേശത്ത് കുടുംബത്തിൽ നിങ്ങൾ കാൽ വയ്ക്കുക. ഒരു തിന്മയും നിങ്ങൾക്കെതിരെ പ്രബലപ്പെടുകയില്ല. ഹല്ലേലൂയ. ഉള്ളിലുള്ളവനെ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. 1 യോഹന്നാൻ 4:4 വചനം പറയുന്ന, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. വിശുദ്ധ കുർബാനയെ സ്വീകരിച്ചാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത്. ജീവിക്കുന്നവനായ ദൈവത്തെ പിശാചിന്റെ തലയെ തകർത്ത, ലോകത്തിന്റെ മേൽ വിജയം വരിച്ച കർത്താവിനെ സ്വീകരിച്ച് ഭവനങ്ങളിലേക്ക് വരുമ്പോ, മോനെ നിന്റെ ഉള്ളിലുള്ളവനുണ്ടല്ലോ ഇപ്പൊ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ലോകത്തിൽ നിന്ന് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്താലും നീ വല്ലാതെ ഭാരപ്പെടണ്ട, അസ്വസ്ഥപ്പെടണ്ട, മനസ്സ് ഡിസ്റ്റർബ് ആകേണ്ട കാര്യമൊന്നുമില്ല. എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. ഒരു തിന്മയും എന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. അത് പറഞ്ഞാൽ മാത്രം പോരാ, രാവിലെ ഉച്ചയ്ക്കൊക്കെ ഇത് പറഞ്ഞാൽ മാത്രം പോരാ, അത് വിശ്വസിക്കുകയും വിശ്വാസത്തിന്റെ പ്രവർത്തികൾ എടുക്കുകയും ചെയ്യണം. ഒരു തിന്മയും എന്റെ കൂടാരത്തെ സമീപിക്കില്ല. കാരണം എന്താ? ഞാൻ അവനോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ, ഞാൻ അവന്റെ നാമം അറിയുന്നത് കൊണ്ട് ഒരു തിന്മയും എനിക്കെതിരെ പ്രബലപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ അതേക്കുറിച്ച് വല്ലാതെ അങ്ങോട്ട് ഡിസ്റ്റർബ്ഡ് ആകണ്ട. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് ഞങ്ങൾ ശരിയാ, ഞങ്ങൾ അനുഗ്രഹിക്കും പ്രാപിക്കാത്തതിന് കാരണം അവർ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ചെയ്തുകൊണ്ടാ, അവരിത് കുഴിച്ചിട്ടത് കൊണ്ടാ, അവരത് ചെയ്തുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാ ഈ നാട്ടുകാർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവമക്കൾ എന്ന പദവിക്കനുസരിച്ച് ജീവിച്ചാൽ മതി. പിശാചിന്റെ ഒരു പ്രവൃത്തിയും നമുക്കെതിരെ പ്രബലപ്പെടുകയില്ല. അതുകൊണ്ടല്ലേ സംഖ്യ 21 പലവട്ടം നമ്മൾ കേട്ടത്, യഥാർത്ഥ ഇസ്രായേലിനെതിരെ മന്ത്രവാദമോ കൂടാത്തൊന്നും ഏക്കേല. കാരണം ആ യഥാർത്ഥ ഇസ്രായേലിന്റെ സംരക്ഷണം ദൈവത്തിന്റെ കരങ്ങളിലാണ്. ജീവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിലാണ് യഥാർത്ഥ ഇസ്രായേലിന്റെ സംരക്ഷണം ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു തിന്മയും ഒരു ശത്രുവും അതിനെതിരെ പ്രബലപ്പെടുകയില്ല.
അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കുഴിച്ചിടുകയോ അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുകയോ ചെയ്താൽ അതേക്കുറിച്ച് നിങ്ങൾ ഒത്തിരി കണ്ടങ്ങടെ അസ്വസ്ഥപ്പെടേണ്ടതില്ല. നിങ്ങൾ കുറച്ച് അന്നാം വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ ഒരു ഉൾഭയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ ഒരു വിഷമം, ഭയം, ഭാരം, പിശാച് പെട്ടെന്നൊരു ഭയം കൊണ്ടുവരുമല്ലോ. എന്നിട്ട് അവർ ചോദിക്കും, അയ്യോ പിന്നെ ഞങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ പറയും നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, അത് ഇത് എന്നൊക്കെ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ഇതെല്ലാം കൂടി വല്ലാത്ത ഭയമാവും. പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അമിത ഭയമാവും. അപ്പൊ ഈ ഭയം ഒന്നും പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് വികാരിയച്ഛൻ്റെ അടുത്ത് പോയിട്ട് അന്നാം വെള്ളം വെഞ്ചരിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ പറമ്പിൽ ചുറ്റും നിങ്ങൾ താമസിക്കുന്നിടത്തിലൊക്കെ മുറികളിലൊക്കെ ഈ അന്നാം വെള്ളം അങ്ങോട്ട് തളിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങളിൽ ക്രിസ്തു വസിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുക. നിങ്ങളുടെ ഭവനത്തിലും ഭവനത്തിന്റെ അന്തരീക്ഷത്തിലും ആ സാന്നിധ്യം ഉണ്ടായിക്കോളും. പിന്നെ മറ്റൊരു വിഷയം, ഇനിയിപ്പോ വേറെ ഏതോ പ്രാർത്ഥനക്കാരുടെ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞു, അവരുടെ അടുത്ത് ചെല്ലുന്നവർക്കൊക്കെ കൈവശമാണ്. ആര് പ്രാർത്ഥിക്കാൻ ചെന്നാലും പുള്ളി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത് ചെറുപ്പത്തിലെ ആരോ കൈവശം തന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആരോ കൈവശം തന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയെന്നാ പറയുന്നത്. പിന്നെ എന്നെ ചെയ്യും? വർഷങ്ങൾക്ക് മുമ്പ് തന്ന കൈവശം അതിപ്പോ എവിടെ കിടക്കുന്നതെന്ന് അറിയില്ല. ഛർദ്ദിച്ചു പോയോ, അടികൂടി പോയോ, മോളിൽ കൂടി പോയോ എന്നൊന്നും അറിയില്ല. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് വന്ന കൈവശം കൊണ്ട് ഇന്നിപ്പോ അനുഗ്രഹമില്ലാതൊക്കെ കിടക്കുക. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ കൈവശമാണെന്ന് പറഞ്ഞിട്ട് അതിന് പ്രതിവിധിയായിട്ട് എന്തെങ്കിലും നിങ്ങളോട് പറയുമ്പോ അത് അനുതാപിച്ച് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടി സ്വീകരിക്കുന്നതാണ് ഇതിനുള്ള പരിഹാരം. ഏക പരിഹാരമെന്ന് പറയാതിരിക്കുകയും മറ്റെന്തെങ്കിലുമാണ് ഇതിന് പരിഹാരമെന്ന് നിങ്ങളോട് പറയുകയും ചെയ്താൽ നിങ്ങൾ ആരും അത് ചെയ്യേണ്ടതല്ല. ഹല്ലേലൂയ. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തന്റെ ബലിയിലാണ് പുത്രനായ ഈശോ, പിതാവായ ദൈവത്തിലൂടെ പുത്രനായ ഈശോ പൂർത്തിയാക്കിയത്. അപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കുരിശിലാണ്. അപ്പൊ കർത്താവിന്റെ ബലിയിലാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അതിനപ്പുറമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. അതിനപ്പുറത്താണ് എന്ന് പറഞ്ഞാൽ ദയവായിട്ട് വഞ്ചിക്കപ്പെടരുത്. ഹല്ലേലൂയ. വഞ്ചിക്കപ്പെടരുത്. ഒത്തിരി പേര് എനിക്കറിയാം രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കട്ടൻ ചായ കുടിക്കുക. എന്തിനാണെന്നറിയാവോ? കൈവശം പോകാൻ വേണ്ടിയിട്ട്. കൈവശം പോകാനായിട്ട് കട്ടൻ ചായ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറെ പാക്കറ്റ് തേയിലപ്പൊടി വീട്ടിൽ മേടിച്ചോണെന്ന് വെച്ചേക്കോ. എന്നിട്ട് രാവിലെ എല്ലാവരും കൂടി എഴുന്നേറ്റ് 5 മണിക്ക് എഴുന്നേറ്റിട്ട് എല്ലാവരും കട്ടൻ ചായ തിളപ്പിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക. അത് ഇത്ര ദിവസം രാവിലെയും വൈകിട്ടും കുടിച്ചു കഴിഞ്ഞാൽ കൈവശം പോകുന്നാ പറഞ്ഞത്. ഏത് വഴി പോകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആരോട് കൈപൊക്കാൻ പറയുന്നില്ല. ഇതിനെത്തിരിക്കുന്ന എത്ര പേര് എത്ര പാക്കറ്റ് ചായപ്പൊടി ഇതിനകം തീർന്നു എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. കൈവശത്തിന്റെ പേരിലാണ് ഇതൊക്കെ. അതിനേക്കാളും വലിയ വിഷം ഇപ്പോൾ ഉള്ളി ചെന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ തേയിലപ്പൊടിയിലേക്കുള്ള വിഷം എന്താണെന്ന് നമുക്കറിയാമോ? അത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഈ തേയിലപ്പൊടിയും ചായ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ അത് അവസാന വിഷമായിട്ട് മാറും. അത് ചിലപ്പോൾ ശരിയാ. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഇത്രേ ഉള്ളൂ. പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് വിപരീതമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ മനസ്സ് ആ വാക്കുകൾ കേട്ടതിന് ശേഷം കൂടുതൽ ഭാരപ്പെട്ടുവോ, അസ്വസ്ഥപ്പെട്ടുവോ, നിരാശപ്പെട്ടുവോ, സങ്കടപ്പെട്ടുവോ എന്ന് മാത്രം ആത്മശോധന ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അത് അതുപോലെ തന്നെ തള്ളിക്കളയേണ്ടവയാണ്. അതുപോലെ തന്നെ തള്ളിക്കളയണം. അനുതാപത്തിലേക്ക് എന്നെ നയിച്ചു. ഓക്കെ, എൻ്റെ മനസ്സിൽ ഒത്തിരി സങ്കടം ഉണ്ടായി, ഞാൻ പാപം ചെയ്തതിനെ ഓർത്ത്, തെറ്റ് ചെയ്തതിനെ ഓർത്ത്, ദൈവത്തെ നിഷേധിച്ചതിനോർത്ത് മനസ്സിൽ വിഷമവും ഭാരവും ഒക്കെ ഉണ്ടായി. അതെന്നെ അനുതാപത്തിലേക്ക് നയിച്ചു. ദാറ്റ്സ് ഫൈൻ. ഒരു കുമ്പസാരത്തിലേക്ക് എത്തിച്ചു. എന്റെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ട ഒരു അസ്വസ്ഥയാണ് എനിക്കുണ്ടായതെങ്കിൽ ഓക്കെ. അതല്ലാതെ മനസ്സിന്റെ സമാധാനവും സ്വസ്ഥതയും തല്ലിക്കടത്തുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല. ശ്രമർത്തി പറയാവോ ഹല്ലേലൂയ? പലതരമർത്തി പറഞ്ഞേ ഹാലേലൂയ. ശ്രമർത്തി പറഞ്ഞേ ഹാലേലൂയ, ഹാലേലൂയ. ഇനി നിങ്ങൾ വീട് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനകം നിങ്ങൾ വീട് വെച്ചവരായിരിക്കും. നാളെ നിങ്ങൾ നിങ്ങളുടെ മക്കളൊക്കെ വീട് വെക്കാൻ പോകുന്നവരായിരിക്കും. ദയവായിട്ട് വീട് വെക്കാൻ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ
പഞ്ചലോഹത്തിന്റെ മേലല്ല നിങ്ങളുടെ വീട് പണിയേണ്ടത്. എന്തിന്റെ മേലല്ല? പാരോ പറഞ്ഞു എല്ലാവരും വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ വെക്കുന്നേ? എല്ലാവരും വെക്കുന്നുണ്ട്, അതുകൊണ്ട് പഞ്ചലോഹം വെച്ചു. പിന്നെ ആശാരി പറഞ്ഞു പഞ്ചലോഹം വെക്കണമെന്ന്. അതുകൊണ്ട് കാശൊക്കെ ഉണ്ടാക്കി ഒരു പഞ്ചലോഹത്തിന്റെ കുരിശൊക്കെ, അല്ലെ, കുരിശയില് പഞ്ചലോഹം തേച്ചുകൊണ്ടാ വരുന്നത്. കുരിശിനല്ല അവിടെ ശക്തി, പഞ്ചലോഹത്തിനാണ് കേട്ടോ. അവർ കാരണം എന്താ? കുരിശിന്റെ മേലെ പഞ്ചലോഹം തേച്ചിട്ടാ വരുന്നത്. പിന്നെ പേരും നാളും ഊർന്ന് പറയാൻ പറ്റിയല്ല, ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും അറിയുന്നവരൊക്കെ ആയിരിക്കും. എൻ്റെ അടുത്ത് നമ്മൾ അറിയുന്നതായതുകൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ ഇങ്ങനെ കട്ടിള വെക്കാൻ പോവാ, അപ്പം അച്ഛൻ വരണം, സോറി കട്ടില കല്ല് വെക്കാൻ പോവാ, മറ്റേ ഇതില്ലേ കല്ല് വെക്കുന്ന സമയം, ആദ്യത്തെ കല്ലിടുന്ന സമയം, അച്ഛൻ വരണം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാം, കുഴപ്പമൊന്നുമില്ല, എപ്പോഴാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു 10-നും 10:30-ക്കുമാണ് നല്ല സമയം എന്ന് പറഞ്ഞു. 10-നും 10:30-ക്കാണ് നല്ല സമയം, അപ്പോൾ വരാൻ പറഞ്ഞു. 10:30-ക്ക് നമുക്കൊരു 10-നും 10 മണിയൊക്കെ ആകുമ്പോൾ അച്ഛനും കൂടി പോരെ. 10-നും 10:30-ക്കാണ് മുഹൂർത്തം, അതുകൊണ്ട് നല്ല സമയം, അതാണ് അപ്പം ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ധാരാ പറഞ്ഞേ? അല്ല ആശാരി പറഞ്ഞു അത് ആ സമയത്താണ് നല്ല സമയം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരണമെന്നുണ്ടെങ്കിൽ 10-നും 10:30-ക്ക് ഒഴിച്ച് ബാക്കി ഏത് സമയത്തും ഞാൻ വരും. ഞാൻ പറഞ്ഞു ഞാൻ വരാം, എനിക്ക് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഇച്ചിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു, ആ സമയത്ത് എനിക്ക് തിരക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു 10 മണി കഴിയുമ്പോൾ എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, ഒരു 8-നും 8:30-ക്കോ 9-നോ 9:30-ക്കോ 10-നോ ഒക്കെ ആക്കിക്കോ. 10:30 മുതൽ ഞാൻ അങ്ങോട്ട് വരിക, അല്ലെങ്കിൽ 10-നും 10:30-ക്ക് ഇടയ്ക്ക് ഞാൻ വരിക. ഞാൻ ചോദിച്ചു വികാരിച്ച് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. വികാരിച്ചിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ വേറെ അച്ഛന്മാരുണ്ടെങ്കിൽ ചെയ്തോളാം പറഞ്ഞെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്നെ വിളിച്ചാണ്, ഞാൻ പറഞ്ഞൊന്ന് പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് വിളിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വരുന്നതിനൊന്നും കുഴപ്പമില്ല, കല്ലൊക്കെ ഇട്ട് തരാം, പക്ഷേ ഞാൻ 10-നും 10:30-ക്ക് ഇടയ്ക്ക് വരികയില്ല. വേണമെങ്കിൽ 10:30-ക്കും 11-നും വരാം, വേണമെങ്കിൽ 9:30-ക്കും 10-നും ഇടയ്ക്ക് വരാം. കാരണം ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്, നമുക്ക് എല്ലാ സമയവും നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എല്ലാ സമയവും നല്ലതാണ്. അവന്റെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ വേളകളും നല്ലതാണ്. ഇത് അതുകൊണ്ടല്ലേ പത്രോസ് പറഞ്ഞ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് സുബോധം ഉണ്ടായി, ഇവിടെ ആയിരിക്കും നല്ലതാണ്, നല്ല സുഖമാണ്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ പത്രോസ് പറഞ്ഞു ഇവിടെ ആയിരിക്കും നല്ലതാണ്. മലമുകളിൽ ആ താബോറിന്റെ മകൾ പോകുമ്പോൾ അറിയാം എന്തോരം കഷ്ടപ്പെട്ടതിന് മണ്ടേ കയറണമെന്ന് അറിയാവും. വെള്ളവും കിട്ടുകയില്ല, ഭക്ഷണവും കിട്ടുകയില്ല. കുറച്ച് ദിവസം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പട്ടിണി കൊണ്ട് ചിലപ്പോൾ ചത്തുപോകും. പിന്നെ മയിലുകൾ താഴേക്ക് ഇറങ്ങണം മല കിട്ടണമെങ്കിൽ. അവിടെയാണ് പത്രോസ് പറയുന്നത് നമ്മൾ ഇവിടെ ആയിരിക്കും നല്ലതാണെന്ന്. അതങ്ങനെ അവിടെ ആയിരിക്കും നല്ലതായത്, അവിടെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റി കേട്ടോ. അപ്പൊ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളും നമുക്ക് നല്ലതാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന സമയം നല്ലത്, ഇന്ന സമയം ചീത്ത എന്നുള്ളതില്ല, എല്ലാ സമയവും നമുക്ക് നല്ലതാണ്. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനം ഞാൻ പറഞ്ഞു ഇന്ന സമയത്താണെങ്കിൽ ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ വരികയില്ലെന്നോ കട്ടായം പറഞ്ഞു. പക്ഷെ അത് അച്ഛൻ അങ്ങനെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അതല്ല ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, കുഴപ്പമില്ല ഞാൻ വന്നേക്കാം. അത് പറഞ്ഞ് അങ്ങനെ പിന്നെ ഒരു 9 മണിക്ക് ആക്കി. ഇനിയിപ്പോൾ എല്ലാവരുടെ പറഞ്ഞത് 10 മണിന്നാണ്, അപ്പോൾ മാറ്റി പറയാൻ ഇച്ചിരി സമയം വേണം. ഞാൻ പറയും കുഴപ്പമില്ല 9 മണിക്ക് ആക്കി, കുഴപ്പമില്ല. അങ്ങനെ 9 മണിക്ക് 9 മണിക്ക് ചെന്നപ്പോഴാണ് വെഞ്ചരിക്കാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഞാനിവിടുന്ന് കുറച്ച് വചനമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ നിന്ന് കുറച്ച് വചനമൊക്കെ തപ്പിയെടുത്ത് ഞാൻ കുറച്ച് വചനമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ഇതിൻ്റെ കൂടെ ഇതിനടി വെക്കാനായിട്ട് ദാണ്ടെ അപ്പോഴാണ് ഈ പറയുന്ന പഞ്ചലോഹമായിട്ട് വരുന്നത്. ഒരു വേദന തീരുമ്പോൾ ഇതാ മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്ന് പറയുന്നത്. അപ്പോഴാണ് പുള്ളി പഞ്ചലോഹമായിട്ട് വരുന്നത്. ഞാൻ ചെയ്ത് എന്തിനാ അത്, ഇതുകൂടി വെക്കാം, അനുഗ്രഹം. ഞാനപ്പോ പറഞ്ഞു പിടിച്ചോ, ഞാനാണ് വെഞ്ചരിക്കുന്നതെങ്കിൽ ഇത് വെക്കുകയല്ല. ഞാൻ പറഞ്ഞു ഞാനാണ് വെഞ്ചരിക്കുന്ന ഈ സാധനം വെക്കുകയല്ല. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് പഞ്ചലോഹത്താൽ അനുഗ്രഹം തരുന്നവനല്ല. പഞ്ചലോഹത്താലല്ല അനുഗ്രഹിക്കപ്പെടുന്നത്. ഒരു ദൈവ പൈതൽ, ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തോടുള്ള ബന്ധത്താലാണ്. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്. ഒരു ദൈവ പൈതൽ ജീവിതത്തിന്റെ സകല മേഖലകളും അനുഗ്രഹിക്കപ്പെടുന്നത് അവന് ദൈവത്തോടുള്ള ബന്ധത്താലാണ്. അല്ലാതെ പഞ്ചലോഹം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മണ്ണിക്കൊണ്ട് വേറെന്തെങ്കിലും കുഴിച്ചിട്ടത് കൊണ്ടോ ഒക്കെ അനുഗ്രഹിക്കപ്പെടുന്നു വിചാരിച്ചത് അത് വെറും തെറ്റിദ്ധാരണയാണ്, മണ്ടത്തരമാണ്.
ഞാൻ പറഞ്ഞു 5 ലോകം എടുത്ത് മാറ്റിയിട്ട് തിരിച്ചു കൊടുത്ത് കാശ് കിട്ടുമെങ്കിൽ കൊടുത്ത കാശ് കിട്ടുമെങ്കിൽ തിരിച്ചു മേടിച്ചോളാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ വലിച്ചത് നന്നാക്കാൻ പറഞ്ഞു. 5 ലോകം ഉണ്ടാക്കിയിട്ട് കുരിശേൽ 5 ലോകം ഇട്ടേക്കണം. അവന് കുരിശിനേക്കാളും വലുതാണ് പഞ്ചലോഹം. അതുകൊണ്ടാണല്ലോ കുരിശിന്റെ 5 സ്ഥലങ്ങളിൽ ഈ പഞ്ചലോഹം എങ്ങനെയൊക്കെയോ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് വെക്കണമെന്ന് പറഞ്ഞു. കല്ലിടുമ്പോ ഇത് അതിനുള്ളിൽ വെക്കണമെന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വെച്ചിട്ട് ഏതായാലും വെഞ്ചിരിക്കുകയല്ല. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ മേലും കർത്താവ് ആകുന്ന മൂലക്കല്ലിന്റെ മേലുമാണ് നമ്മുടെ ഭവനങ്ങൾ പണിയപ്പെടേണ്ടത്. ക്രിസ്തുവാകുന്ന പാറമേലാണ് നമ്മുടെ ഭവനങ്ങൾ പണിയപ്പെടേണ്ടത്. ആ വിശ്വാസത്തിന്റെ മേലാണ് പണിയപ്പെടേണ്ടത്. അല്ലാതെ മന്ത്രവാദവും ആഭിചാരക്രിയകളും ഈ പറയുന്ന നാളും നോക്കി കാലും നോക്കി കയ്യും നോക്കി ഒക്കെയാണ് ചില അനുഗ്രഹം ഇരിക്കുന്നത് വിചാരിച്ചിരിക്കുന്നത്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടോ? നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ജനതയാണ്. സ്വരമൂർത്തി പറയാവോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഞാൻ പറഞ്ഞ അങ്ങോട്ട് പോയതിന് കാരണം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മനസ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവർത്തിച്ച കാരണം അവർ വീട് വെച്ചപ്പോ ഇങ്ങനെ ചെയ്തു, അവർ പറഞ്ഞു ഇത് വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വീട് വെച്ചപ്പോ ഇത് വെച്ചില്ല. ഇനി അത് വെച്ചില്ല എന്തേലും ആ പ്രാർത്ഥനക്കാരൻ പറഞ്ഞതല്ലേ, ആ കൗൺസിലർ പറഞ്ഞതല്ലേ, ആ അച്ഛനല്ലേ പറഞ്ഞേ? അച്ഛനല്ല കന്യാസ്ത്രീ പറഞ്ഞാലും കേട്ടാ, ദൈവവചനത്തിന് വിപരീതമായ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയെന്ന് വിജിലച്ചൻ നിങ്ങളുടെ ശുശ്രൂഷയുടെ സമയത്തോ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തോ പറയുകയാണെങ്കിൽ നിങ്ങൾ അത് കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിൽ കൂടി കേട്ട് ഇതിൽ കൂടി അങ്ങോട്ട് കളഞ്ഞിട്ടേ പോകാവൂ. സ്വീകരിക്കരുത്. ദൈവവചനത്തിന് ചേരാത്തതൊന്നും പരിശുദ്ധാത്മാവ് ആരിലൂടെയും വെളിപ്പെടുത്തില്ല. അങ്ങനെ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ വെളിപ്പെടുത്തപ്പെട്ടവയൊന്നും പരിശുദ്ധാത്മാവിനാലല്ല, പരിശുദ്ധാത്മാവല്ല. അതിന്റെ പിന്നിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു പ്രാർത്ഥനക്കാരൻ വീട്ടിൽ വരികയോ ശുശ്രൂഷകൻ വീട്ടിൽ വരികയോ നമ്മളൊരു കൗൺസിലിംഗ് ശുശ്രൂഷകളിൽ പോവുകയോ ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് പോയിട്ട് നമ്മൾ ശുശ്രൂഷ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് മനസ്സിൽ പ്രശ്നങ്ങൾ കൂടുകയോ അസ്വസ്ഥത കൂടുകയോ പേടി അല്ലേ. ചില ധ്യാനങ്ങൾക്ക് എനിക്കറിയാം, ചില ധ്യാനങ്ങൾക്ക് പോകുന്ന കാര്യം പറയും, ഞാൻ പറയും പോകണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലരോട് പോകണ്ടെന്ന്. കാരണം എന്താ? അവിടെ ശാപവും പേടിയും മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ശാപം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയാണ് നമ്മൾ. പിന്നെ നമ്മൾ ഈ ശാപത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? യേശുക്രിസ്തു അവന്റെ അവസാനത്തുള്ള രക്തവും എനിക്കും നിനക്കും വേണ്ടി ചിന്തി നമ്മളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയാക്കി മാറ്റിയതാണ്. അവന്റെ സ്വന്തമാക്കി അതിനെ അനുഗ്രഹിക്കപ്പെട്ട ജനതയാക്കി ദൈവം നമ്മളെ മാറ്റിയതാണ്. പിന്നെ എല്ലാ ശാപമാണ്, എല്ലാ ശാപമാണ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നമ്മൾ എന്തിനാ പോകുന്നത്? ഇത് കഴിയുമ്പോ വലിയ പേടിയാ. പിന്നെ ധ്യാനം കഴിഞ്ഞ് വന്നാ വല്ലാത്ത പേടിയാ. പിന്നെ 5 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് ഇപ്പൊ പേടിയാ, മനസ്സ് നിറച്ചും പേടിയാ. ഇവനെതിരെ ധ്യാനം കൂടാൻ പോയ കർത്താവിന്റെ വചനം സുഖപ്പെടുത്തുന്നതാണ്, ദൈവത്തിന്റെ വചനം വിശുദ്ധീകരിക്കുന്നതാണ്, വചനം അഭിഷേകം ചെയ്യുന്നതാണ്, വചനം നമ്മളെ ആത്മരക്ഷയുടെ അനുഭവത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതാണ്. കണ്ടോ, ഇതിന് വിപരീതമായിട്ട് വരുന്നതൊന്നും നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരല്ല എന്ന് മക്കളെ നമ്മൾ അറിയണം. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ഇതാണ്, നമ്മുടെ മനസ്സ് അസ്വസ്ഥപ്പെടുന്ന ഒരു ജീവിത അനുഭവത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. യൗസേപ്പ് പിതാവിനോട് ദൈവം സംസാരിച്ചതുപോലെ സ്വപ്നങ്ങളിലൂടെയോ മറ്റാരിലൂടെയെങ്കിലോ വചനത്തിലൂടെയോ കൂദാശകളിലൂടെയോ ഒക്കെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതല്ലാത്ത പക്ഷം ആ സമയത്ത് ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ പിശാചും നമ്മളോട് അതിശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. പിശാചിന്റെ സ്വരം കേൾക്കുന്നവൻ ഒരിക്കലും ആ ദുരനുഭവത്തിന്റെ ആ മുറിവിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഒരിക്കലും പുറത്തു വരികയില്ല. എന്നാൽ ആ വിഷയത്തെ തന്നെ, ആ അനുഭവത്തെ തന്നെ ആത്മാവിന്റെ സ്വരം കേട്ട്, ദൈവത്തിന്റെ സ്വരം കേട്ട്, ദൈവം എന്താണ് ഈ വിഷയത്തിൽ സംസാരിക്കുന്നതെന്ന് ആത്മാവിൽ ഒരു ദൈവ പൈതൽ നിരന്തരം ആലോചന വിഷയമാക്കി മാറ്റി അതിലൂടെ പിശാചിന്റെ സ്വരത്തെ ഹനിച്ചുകൊണ്ട് ദൈവസ്വരത്തെ കേൾക്കാൻ തയ്യാറാകുന്ന ഒരു ദൈവ പൈതൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ പ്രശ്നത്തിന്റെ കാഠിന്യം അനുസരിച്ച് ഒരു ദൈവ പൈതൽ നിശ്ചയമായിട്ടും പുറത്തു വരും, പുറത്തു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പുറത്തു വരും. ഈശോ പോലും കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടവനാണ്.
ലോകം 3 ദിവസക്കാലം ജീവിക്കുന്നവനായ കർത്താവിനെ കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്തിട്ട് 3-ാം ദിവസം അവൻ പറഞ്ഞതുപോലെ കല്ലറകളെ ഭേദിച്ച് ലോകത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റവനാണ് നമ്മുടെ കർത്താവെങ്കിൽ മക്കളെ, 3 ദിവസം കല്ലറയ്ക്കുള്ളിൽ നമ്മുടെ ജീവിതങ്ങൾ പല ജീവിത അനുഭവങ്ങളുടെ നടുവിൽ അകപ്പെട്ടു പോയാലും 3-ാം ദിവസം ഞാനും നിങ്ങളും പുറത്തു വരുമെന്ന് ഹൃദയത്തിൽ കർത്താവിനോട് ചേർന്ന് ഉറച്ചു വിശ്വസിക്കണം. പുറത്തു വരാതിരിക്കില്ല, പുറത്തു വരിക തന്നെ ചെയ്യും. അത് നമ്മൾ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കണം. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പോ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന കുടുംബത്തിന്റെ വിഷയങ്ങളുണ്ടാകാം, മക്കളുടെ വിഷയങ്ങളുണ്ടാകാം, ജീവിത പങ്കാളിയുടേതാകാം, ബിസിനസ് ആകാം, ജോലിയാകാം, വിവാഹത്തിൻ്റെതാകാം, മക്കളില്ലാത്തതാകാം, സാമ്പത്തിക ബാധ്യതയാകാം, തടസ്സം എന്തുവാകട്ടെ, ഇത് നമ്മളെ വല്ലാതെ കണ്ട് മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകും. ഈ അസ്വസ്ഥതയുടെ നടുവിൽ നിൽക്കുമ്പോൾ ദൈവസ്വരം ഇതാണ്, മോളെ, ഈ അസ്വസ്ഥതയുടെ നടുവിലും ഈ കൊടുങ്കാറ്റിന്റെ നടുവിലും നീ കർത്താവിന്റെ ചിറകിൽ തന്നെ അഭയം തേടുക. ഈ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം അവന്റെ ചിറകിന്റെ കീഴിൽ നീ അഭയം പ്രാപിക്കുക. ഇതാണ് ദൈവസ്വരം. ഇത് കടന്നു പോകും, ഇതും കടന്നു പോകേണ്ടതാണ്. അപ്പോ നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. നമ്മുടെ മാനുഷികമായ ബലം കൊണ്ട് ഇതിനെ അതിജീവിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ മാനുഷികമായ കരുത്ത് കൊണ്ട് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കർത്താവിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ, ചിറകിന്റെ കീഴിൽ നമ്മൾ താഴ്മയോടെ നിൽക്കുക. എന്തിനാ? ഈ അനുഭവം അതിജീവിക്കാൻ, ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ, ഈ സങ്കടത്തെ അതിജീവിക്കാൻ, ഈ വേദനയെ അതിജീവിക്കാൻ, ഈ നിരാശജനകമായ ജീവിതാനുഭവത്തെ അതിജീവിക്കാൻ, ഈ വേർപാടിന്റെ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാൻ കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ തന്നെ നിൽക്കുക. നിശ്ചയമായും കർത്താവ് ആ പ്രശ്നം, ആ പ്രതിസന്ധി സമ്മാനിച്ച ദുഃഖമുണ്ടല്ലോ, വേദനയുണ്ടല്ലോ, നിരാശയുണ്ടല്ലോ, അതിൽ നിന്നും നിന്നെ നിശ്ചയമായിട്ടും പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ മാറ്റണമെന്നും നിർബന്ധമൊന്നുമില്ല. പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരണമെന്ന് നിർബന്ധം. ആ പ്രശ്നം ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. 10 വർഷം കഴിഞ്ഞ ആ പ്രശ്നം ഉണ്ടാവും, 15 വർഷം കഴിഞ്ഞ ആ പ്രശ്നം. പക്ഷേ ആ പ്രശ്നം, ആ പ്രതിസന്ധി നിന്റെ മനസ്സിന്റെ മേല് ഉണ്ടാക്കിയ ഒരു അസ്വസ്ഥതയും ഭാരമുണ്ടല്ലോ, ഒരു ആന്തരിക സംഘർഷം ഉണ്ടല്ലോ, വിശ്വാസം ക്ഷയിപ്പിക്കുന്ന ഒരു ജീവിതത്തിന്റെ അനുഭവം ഉണ്ടല്ലോ, പ്രതീക്ഷ നഷ്ടപ്പെടുത്തി കളഞ്ഞ ജീവിതത്തിന്റെ സാഹചര്യം ഉണ്ടല്ലോ, നിന്നെ അവന്റെ ഭയത്തിലേക്കും ആശങ്കകളിലേക്ക് തള്ളിയിട്ട അതിൽ നിന്നും നിന്റെ മനസ്സിനെ വരിഞ്ഞു മുറുക്കിയ അനുഭവത്തിൽ നിന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസ്വരം കേൾക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ പുറത്തു കൊണ്ടുവരും, ഉറപ്പാണ്. അപ്പോഴും ചിലപ്പോൾ നിനക്ക് കടബാധ്യത ഉണ്ടാകും, പക്ഷേ നിന്റെ വൈകാരികതകൾ ഇപ്പോൾ അസ്വസ്ഥപ്പെടുന്നില്ല, അവിടെ പിശാചിന് അധികാരം കൊടുക്കുന്നില്ല. ഇപ്പോഴും നിനക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ, നിന്റെ ജോലിയില്ലാത്ത അവസ്ഥകളോ, വിവാഹം നടക്കാത്ത അവസ്ഥകളോ ഒക്കെ ഇപ്പോഴും ഉണ്ടാവും. പക്ഷെ ഇപ്പോ നീ കർത്താവിന്റെ കരുതലിന്റെയും സംരക്ഷണത്തിന്റെയും കീഴിലാണ്. എൻ്റെ ദൈവം എനിക്ക് നന്മയായിട്ടുള്ളത് ചെയ്യും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടത് ചെയ്യും, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എന്നെ കരുതിക്കൊള്ളും, എൻ്റെ ദൈവം എന്നെ നോക്കിക്കൊള്ളും, എൻ്റെ കർത്താവ് എന്നെ മുന്നോട്ട് നയിച്ചോളും.